അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ താഴത്തെ അവിടെ പാടമുണ്ടല്ലോ അവിടേക്ക് പോകട്ടെ. ഇവിടെ ഇപ്പോൾ നേരം വെളുത്ത് ഇപ്പോൾ രാവിലെ നേരം കേട്ടോ, രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. പാടത്ത് ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ വരുമ്പോൾ നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഞാറ് നടണ സമയമാണ് കേട്ടോ. അവിടെ ത്രസ്യം ചേച്ചി വന്നിട്ട് ത്രസ്യം ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മമ്മിയൊക്കെ ആയിരുന്നാലും ഇപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല കേട്ടോ. ഓ ഇവിടെ ലൂബിക്കുണ്ടായി കിടക്കണോ? നോക്കതേ പഴുത്ത് കിടക്കണോ ലൂബിക്ക? കുറച്ചുള്ളൂ. അത് നന്നായിട്ട് പഴുത്ത് കിടക്കണം. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാ ലൂബിക്ക ഉണ്ടായി കാണുന്നത്. നമ്മൾ മറ്റു പ്രാവശ്യം ലൂബിക്ക ഉണ്ടായി കാണാറുണ്ട്. മട്ടർ കാണിച്ചേ. ഇത് നന്നായിട്ട് പഴുത്തിട്ട് നന്നായിട്ട് പഴുത്തിട്ട് നന്നായിട്ട് പഴുത്തിട്ടാണ് ഈ കളറിൽ വന്നേക്കുന്നത്. അപ്പുറത്ത് പോയി പറിക്കും. അവിടെ മറ്റോടത്തുണ്ടാവും വല്യപ്പൻ്റെ മറ്റേ വീട്ടിൽ. അവിടെ നിന്ന് പറിക്കാം. ഇറങ്ങിക്കോ അങ്ങോട്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ കുറേ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചാമ്പയ്ക്കില്ല. പക്ഷെ ആ ലൂബിക്ക കഴിച്ച് നോക്കിക്കേ. അത് കുറച്ചുണ്ട് കേട്ടാ. നമുക്കിത് പറിച്ച് ഉപ്പിലിട്ടാ. നല്ല മധുരമുള്ള കേട്ടാ. എവിടേക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നല്ല മധുരമുള്ളതാണ്. അതാ പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ഇതേപോലെ ഇങ്ങനെ വരുന്നത്. നല്ല മധുരമുണ്ട്. അപ്പോൾ നല്ല മധുരം ഉണ്ടെന്ന് എനിക്ക് നല്ല മധുരം ഉണ്ടാവുന്നുണ്ട്. നല്ലത് നന്നായിട്ട് അവിടെ പഴുത്തേക്ക് കിടക്കുന്നുണ്ട്. ഇത് അവിടെ കൊക്കിരിക്കണ നോക്കിക്കേ മൊത്തം. ഓ അവിടെ എനിക്ക് തോന്നണേ ട്രാക്ടർ അടിക്കണുണ്ടെന്ന് തോന്നുന്നു. ട്രാക്ടർ. ഓക്കെ. അപ്പോൾ നമ്മൾ താഴത്ത് പോയി നോട്ടെ. ഇവിടെ ശരിക്കും ഈ പാടം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ല. ഇപ്പോഴും ഞാൻ വരുമ്പോൾ നിങ്ങളെ നമ്മുടെ ഈ പാടം കാണിക്കാറുണ്ടല്ലോ. കാരണം ഇവിടുത്തെ പാടം ഒരു പ്രത്യേക ഒരു ഭംഗിയാണത്. കാരണം ഇത് പിന്നെ റോഡ് സൈഡ് അല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരുവിധം നമ്മളെ എല്ലാ പാടങ്ങളൊക്കെ എപ്പോഴും കാണുന്ന സൈഡിൽ കൂടെ റോഡ് ഉണ്ടാവും. ഇതിന് സൈഡിൽ കൂടെ തന്നെ റോഡില്ല. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ കണ്ണെത്താ ദൂരത്താണ് ഈ പാടം. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി മറ്റേ സൈഡിലേക്കൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ പാടാണിത്. പക്ഷേ ഇത് ഇവിടെയുള്ള വീടുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാരണം ഇതിന് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ ആൾക്കാർ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നോക്കുക. അവിടെ എനിക്ക് തോന്നുന്നു ആ പാടത്തുണ്ടല്ലോ നിറച്ചും കൊക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രാക്ടർ അടിക്കുന്ന സമയമാണെന്നാണോ ഞാറൊക്കെ നടാൻ വേണ്ടിയിട്ടേ പാടം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും അത്രയ്ക്ക് കൊക്കുകളോടെ വന്നേക്കുന്നത്. ഇങ്ങോട്ടേക്ക് ഉണ്ട് വരുമ്പോഴുണ്ടല്ലോ അവിടെ പൊക്കത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങ വാട്ടാൻ വേണ്ടിയിട്ട് മാങ്ങ കറിയിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ത്രസ്യഞ്ചിയുടെ അടുത്ത് പറയുന്നത് നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അങ്ങനെ ചൂടില്ല കേട്ടോ. നല്ല തണുപ്പ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ പാടത്തൊരു ചേട്ടൻ സൈക്കിളും കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു പാടത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നതായിരിക്കും. അതിൽ ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട്. പാടത്തേക്ക് കൊണ്ടുപോകണം. എനിക്ക് എന്തൊരു ഭംഗിയല്ലേ. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ ഇതേപോലത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമാണല്ലോ. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
പിന്നെ മാവുമ്മ നാ നോക്കിക്ക് മാവൊക്കെ പൂത്തിട്ടുണ്ട്, മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മമ്മി ഇരുന്ന് പറയായിരുന്നു ഇനിയിപ്പോൾ മാങ്ങയൊക്കെ പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വേണം എല്ലാ അമ്മമാരും എപ്പോഴും ഇങ്ങനെ പറയില്ല, അയ്യോ മാങ്ങയൊക്കെ പഴുത്ത് കൊണ്ട് ആരും ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയില്ലോ. അപ്പോൾ മമ്മി പറയാം ഇനി മാങ്ങയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാനിപ്പോൾ വന്നാൽ ഇനിയിപ്പം മാർച്ചിൽ ഇനി വരില്ലായിരിക്കുമല്ലോ. അപ്പോൾ മമ്മി പറയാം ഇനിയിപ്പോൾ ആരാണ് മാങ്ങയൊക്കെ കഴിക്കാനുണ്ടാവുക. എൻ്റെ ചേച്ചി വരുന്നുണ്ട് ഫെബ്രുവരിയിൽ, പിന്നെ എൻ്റെ അനിയൻ 2 മാസം മുമ്പ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആരും മാർച്ചിലേക്ക് അങ്ങനെ ആരും ഉണ്ടാവില്ലായിരിക്കും. അവിടെ പാടത്തേക്ക് ആൾക്കാരൊക്കെ നടക്കണുണ്ട് കേട്ടോ. തെങ്ങൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ അന്ന് കരിക്കൊക്കെ ഇട്ടിരുന്നത്. ഒരു 4-5 വർഷം മുമ്പൊക്കെ, 5-6 വർഷമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ മിയാക്കിച്ച് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടല്ലോ. അന്നൊക്കെ ഇത് എന്ത് ചെറിയ തെങ്ങായിരുന്നേ. അപ്പോൾ അന്ന് ഞാൻ ചെറിയ തോട്ടിക്ക് വെച്ചിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. തെങ്ങിൻ്റെ വളർച്ച നോക്കിക്കേ, അത്രയ്ക്ക് പൊക്കത്തിൽ പോയി. ഇനിയിപ്പോൾ കരിക്കിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. നീ പറയാം നമുക്ക് കരിക്കിടാന്ന്. അപ്പോൾ ഞാൻ പറയാൻ മുണ്ടൂർ നമുക്കവിടെ വീട്ടിൽ ചെറിയൊരു തെങ്ങുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കരിക്കിടാന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നൊന്നും ഇനിയിപ്പോൾ കരിക്കിടാൻ വേണ്ടിയിട്ട് പറ്റില്ല. അലീനയ്ക്ക് ഇവിടെയൊക്കെ കണ്ടിട്ട് മതിയായിട്ടില്ല. അലീന പറയണം അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ പറയുന്നത്. അലീന അയ്യോ ഒരു ഈ സാധനം ഉറുമ്പ്. അപ്പം നീ അലീന ഇന്നലെ പറയായിരുന്നു നമ്മൾ ഗേറ്റ് അടച്ചിടുക. അപ്പോൾ ഇന്ന് രാവിലെ പറയായിരുന്നേ പാടമൊക്കെ പൂട്ടിയിട്ടേക്കാണ് അമ്മ എന്ന് പറയായിരുന്നു. അപ്പം നീയായിരുന്നു ചിരിക്കുക. പാടം പൂട്ടിയിരുന്നോ? പാടം പൂട്ടിയിരുന്നു പറഞ്ഞത് ഗേറ്റ് പൂട്ടിയിട്ട് തന്നെയാണ് അലീന പറയുന്നത്. അപ്പോൾ നമ്മളിത് ചിരിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ അലീനയ്ക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണല്ലോ. പക്ഷെ നീക്ക് ശരിക്കും നമ്മൾ പറയണ മലയാളമൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അലീന പറയും പാടമൊക്കെ പൂട്ടിയിട്ടേക്കാണ് അമ്മ, ഇന്നലെ ഞങ്ങൾ പോയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞങ്ങൾ ആ ലൂബിക്ക പറിച്ചിട്ട് കുറച്ചുള്ളൂ, ആ ലൂബിക്ക പറിച്ചിട്ട് ഞാൻ വിചാരിച്ചേ ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോകുമ്പോഴേക്കും റെഡിയാകും. പിന്നെ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും. അവിടെ ത്രേസ്യം ചേച്ചി വന്നിട്ട് ത്രേസ്യം ചേച്ചി രാവിലെ കറിക്കുള്ളതൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ ലൂബിക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുള്ളൂ, പക്ഷേ എനിക്ക് ഇത് മിണ്ടായിപ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. മമ്മീനോട് ചോദിച്ചു നോക്കണം. പിന്നെ ഇവിടെ പപ്പയും മമ്മിയുള്ളതുകൊണ്ട് ലൂബിക്കൊന്നും ആരും അങ്ങനെ പറക്കിലും വെള്ളം എല്ലാം ഇങ്ങനെ ഉപ്പിലിടലൊന്നും ഉണ്ടാവില്ലായിരിക്കും. തോട്ടി വേണോടി? അയ്യോ അതൊന്നും തോട്ടിയല്ല. അതൊക്കെ പാപ്പ വാഴയ്ക്ക് താങ്ങോട്ടേക്ക് എടുക്കില്ലേ. തോട്ടിയല്ല തോട്ടിയല്ല. നീ അത് തോട്ടിയാന്ന് വിചാരിച്ചു. ചേച്ചി തോട്ടി എവിടെയാ ചേച്ചിയെ? ചേച്ചിനോട് ചോദിച്ചു നോക്കിക്കേ. ആ വലിയ വലിയ പാത്രം കൂട്ടാ. ആ അത് കറക്റ്റ് പാകാം. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ തോട്ടി കിട്ടിയിട്ടുണ്ട്. നീയ വലിയൊരു വസ്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. രൂപയ്ക്കുണ്ട്, കുറച്ചുള്ളൂ. നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടായിരിക്കും. Noah's favorite. Let me come over. Come here, Nina. Push it out of the way. ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന് വീഴാൻ പറ്റാണ്ട് നിൽക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോഴാണ് അതിനൊരു കളർ മാറണത്. ഉപ്പിലിട്ട് സൂപ്പറാവും. നമുക്കിവിടെ നല്ല കാന്താരി മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പറിച്ചിടുന്നുണ്ട്. ആ മുളക് കൈമ്പ് തൊടണ്ട മുളക് നല്ല എരിവാ. അത് നമുക്ക് ഉപ്പിലിടുമ്പോഴേ അതിൻ്റെ കൂടെ ഇടാം. ലോപിക്കാൻ ഉപ്പിലിടുമ്പോൾ ഇത് ഇവിടുത്തെ നമ്മുടെ സപ്പോർട്ടന്മാരാ കേട്ടോ. എന്തോരം സപ്പോർട്ടാണ് ഇത് ഉണ്ടായി നിൽക്കണേന്ന് നോക്കിക്കേ. നിറച്ചും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ മമ്മി പറയണേ സക്കും എന്തോരം സക്കും ഉണ്ടായിക്കണേന്ന്. അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതുമ്മ സപ്പോർട്ട കാണും. പക്ഷെ നമ്മളിത് പറിച്ച് ഇതുമ്മ നിന്ന് പഴുത്ത് കിട്ടലൊക്കെ നമുക്ക് കുറവായിരിക്കും. പക്ഷെ നമ്മൾ പറിച്ചെടുത്ത് വയ്ക്കലൊക്കെ കുറവാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇവിടെ
2-3 മരങ്ങളുണ്ടായിരുന്നു, വലിയ മരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും സപ്പോട്ട ഉണ്ടാവണുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇത് പൊട്ട് വാങ്ങിച്ച് വെച്ചപ്പോഴാണ് ഉണ്ടായത്. ഇപ്പോൾ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് കഴിക്കാനും ആരും ഉണ്ടായില്ല. പിന്നെ അതാണ് ഈ മാവ് എന്തോരം പൂത്തേക്കണേ എൻ്റെ മമ്മി. മാങ്ങയുണ്ടോ? ദൈവമേ, ഇത് മറ്റേ നമ്മുടെ ചെറിയ ടൈപ്പ് മാങ്ങയുണ്ടല്ലോ. ഈ മാങ്ങയുടെ പേരെന്നിട്ട് മമ്മി? മറ്റേ ചന്ദ്രകാര മാങ്ങയുണ്ടല്ലോ, ആ മാവാട്ടാ. ഇതുമ്പോൾ അങ്ങനെ മാങ്ങ ഉണ്ടായിട്ടില്ല. ഇതിൽ മുമ്പ് ഇതുമ്പോൾ മാങ്ങ ഉണ്ടായപ്പോൾ കുറച്ചുണ്ടായിട്ടുള്ളൂ, നമുക്ക് എണ്ണാൻ പാകത്തിനുള്ളത് ഉണ്ടായിട്ടുള്ളൂ. ഈ വർഷം നോക്കിയേ എല്ലാം കാണാണ്ടാട്ടോ ഇതുമ്പോൾ പൂത്തേക്കുന്നത്. ദൈവമേ, ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരണ്ട വരും അതേമാതിരി. കാരണം ഇങ്ങനെ മാങ്ങ, ആ മാങ്ങ നമ്മൾ കടയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. മാങ്ങ പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ മമ്മി. എവിടെയാ? അത് വേണമെങ്കിൽ നിങ്ങൾ പറിച്ചാൽ അത്രേ വലുതാവുള്ളൂ. അത് ചെറുതായിട്ട് പഴുക്കും മോളെ. അത് എന്നിട്ട് ചപ്പി കുടിക്കണ മാങ്ങ. അല്ലെങ്കിൽ പിന്നെ ഇതാണ് കറി വെക്കുന്നത്. ഇപ്പൊ ചപ്പാൻ പറ്റില്ല, ഇപ്പൊ അത് ചെറുതാ. സപ്പോട്ടയും പച്ചയാ, ആദ്യം കുലുക്കണ്ട, അത് പോവും. സപ്പോട്ട പറിച്ചു വെച്ചാ പഴുക്കും. മൂക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് കുരുന്ന് അരിയാ. അപ്പൊ ആരും പറിച്ചെടുത്തില്ലേ? ആരും പറിച്ചെടുത്തില്ലേ? ചേച്ചിക്ക് ഇഷ്ടല്ലേ ലൂപിക്ക? ഉപ്പിലിട്ടാ നല്ല ടേസ്റ്റ് അല്ലേ? അത് വെട്ടിന്നോണോ ലൂബി? ആ പിന്നെ നമുക്കിവിടെ ചാമ്പയ്ക്ക ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും അധികമൊന്നുമില്ല. ഇതുമ്പോ കണ്ടമാനം ഉണ്ടാവാറുണ്ടായിരുന്നല്ലോ നീ? ചുമന്ന കളറിൽ വരാറുണ്ടായിരുന്നത്. അതുമ്പോ അധികം പിടിക്കണ്ട, ചിലപ്പോൾ അതുപോലെ ചൊറിയാമ്പഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുള 2 ചാമ്പ കഴിച്ചു നോക്കിയ മധുരം ഉണ്ടോന്ന്. നിറച്ചും പുളിയുറുമ്പ. Oh, Nia, it's all over your back too. Can you get rid of them? Just stay away. Quickly. ഇതെവിടെ ഒരു പാത്രം ഇരിക്കണ നോക്കിക്കേ. ഇത് പണ്ടത്തെ ഒരു പാത്രം തോന്നേട്ടാ, പണ്ടത്തെ വസ്തി എന്നൊക്കെ പറയണ. അതായത് നോക്കിക്കേ, ഇത് പണ്ടത്തെ ഒരു പാത്രം കേട്ടത്. പണ്ട് ഇതേപോലത്തെ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ലേ, വെള്ള കളറായിട്ടുള്ളത്. അത് കഴിയിട്ട് നമുക്ക് ഉപ്പിലിടാം. ചാമ്പയ്ക്ക ഇത് പടവലങ്ങയും പിന്നെ നമ്മുടെ വാഴയുടെ പൂവുണ്ടല്ലോ, കൊടപ്പൻ, അത് കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. ഇന്നലെ വെച്ചിരുന്ന മീൻകറി കേട്ടോ, അത് ബാക്കി ഉണ്ടായിട്ട് മമ്മി ഇപ്പൊ തിളപ്പിച്ച് വെച്ചതാട്ടെ. വലിയ ഓയിലൊന്നും ഉണ്ടാക്കാണ്ട് ഒഴിക്കാണ്ട് വെറുതെ കുടംപുളി ഇട്ട് വറ്റിച്ച് ഉണ്ടാക്കണ മീനാട്ടോ. ഇവിടെ സാധാരണ മീൻകറി വെക്കുമ്പോ എപ്പോഴും അങ്ങനെ വെക്കാം. മുകളിൽ കിട്ടുന്ന പോയ മാങ്ങത്തോലി കിട്ടിയാ? ഇതുണ്ടല്ലോ കുമ്പളങ്ങയും പിന്നെ ഇത് ചെമ്മീൻ പൊടിച്ചതാട്ടാ, ഉണക്ക ചെമ്മീൻ. അതും കൂടിയിട്ട് നമ്മള് ഒലത്തണ്ടാട്ടാ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ കുമ്പളങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമല്ലോ, അപ്പൊ അതിൻ്റെ കൂടെ ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീന് മമ്മി ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിട്ടുക. പിന്നെ നിങ്ങൾ ഒലത്തി നോക്കട്ടോ, അപ്പൊ നല്ല രുചിയായിരിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കുമ്പളങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അകത്ത് നമ്മളിങ്ങനെ കറിയെന്ന് വെച്ചാൽ അധികം കഴിക്കില്ലല്ലോ. പക്ഷെ ഇതേപോലെ ചെയ്തെനിക്ക് നല്ല രുചി. മൂടി വെച്ച് കഴിക്കും. നമുക്ക് നടുക്കോട്ട് വെട്ടിയാലോ, അല്ലെങ്കിൽ ഇതോടെ വെട്ടണം? നടുവില് ചക്ക നടുവിൽ വെട്ടാം. അപ്പൊ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട്.
ഇത് ചേച്ചിയുടെ വീട്ടിലുണ്ടായതാട്ടാ. എന്നിട്ട് ഇന്നലെ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടെ. നമ്മുടെ ചെറിയ ടൈപ്പ് ചക്ക ഉണ്ടല്ലോ, അയ്യൂർ ചക്ക, അതാട്ടാ. സത്യം പറഞ്ഞാൽ നല്ല മണം വരുന്നുണ്ടായിരുന്നു, നല്ല മണം വരുന്നുണ്ടായിരുന്നു. ചേച്ചിനോട് വെട്ടിക്കാൻ തന്നത്. അപ്പൊ എനിക്ക് വെട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ചെറിയ ചക്കയാണല്ലോ, വലിയ ചക്കയ്ക്ക് എനിക്ക് വെട്ടാൻ പറ്റൂ കേട്ടോ. ആ വലിയ ചക്കയ്ക്ക് നമുക്ക് വെട്ടാനൊക്കെ പറ്റും. റെഡി റെഡി. എന്തോ ഒരു മണം വരണേ, പക്ഷെ നല്ല അത്രയ്ക്ക് നമുക്ക് വിചാരിച്ച കളറുണ്ട്, നല്ല മധുരം, ഭയങ്കര മണം കേട്ടോ. അടിപൊളി മണം എന്ന് വെച്ചാൽ സൂപ്പർ മണാണ്. അത് അങ്ങനെ ഒരു കുഞ്ഞാഷ്ടം എടുത്ത് കഴിച്ചു നോക്കി. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഇതാണ് സ്വീറ്റ്. മമ്മിയും പറയുവാ നീ കഴിച്ചു നോക്ക്. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് കഴിക്കാം. കഴിച്ചു നോക്കൂ, കഴിച്ചു നോക്കൂ, കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? നല്ല മധുരമുണ്ട്, ശരിക്കും സൂപ്പർ. ഇത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടാ. ഇന്നലെ കൊണ്ടുവന്നത് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നത് 2 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നല്ല മഞ്ഞ കളറ്. അപ്പൊ നീയാ പറയാൻ ഇതെടുത്തപ്പോഴാണ് നല്ല മണം വരണേന്ന് പറഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തതാ. നോക്കി കട്ട് ചെയ്തോട്ടെ, കൈ മുറിയും. അമ്മ ഇതിന് വെളിഞ്ഞേനും ഇല്ലല്ലേ. My skin was just purging. ശരിക്കും ഇതില്ലേ മറ്റേ ചക്ക എല്ലാവർക്കും ഇഷ്ടമായി. അടുത്ത ചക്ക വെട്ടണ്ടേ? വെട്ടണ്ട. I feel like a really famous, my soulmate. Before I'm 30 basically. അപ്പൊ ഈ കഞ്ഞി കൊടുക്കാൻ മക്കൾക്ക് ഭാഗ്യത്തിന് കിട്ടിയേക്കണതാ. നമ്മുടെ അനിയനയുടെ ചോറും പാത്രം കേട്ടോ. ഇത് എന്തൊക്കെ കറികളടി? കൂർക്കയും പിന്നെ ബീഫ് കൊടുത്തിത്, കുമ്പളങ്ങ, കൊടപ്പൻ, മാങ്ങാക്കറി. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ എടുത്തായിരുന്നു. കൂർക്ക നല്ല ടേസ്റ്റ് ആയിട്ടോ ഇവിടുത്തെ.